ദേവൻ MP ചേരുന്നു. ദേവൻ, പ്രവർത്തകർ മുദ്രാവാക്യം വിളികളുമായി അവിടെ നിൽക്കുകയാണ്. ഒരു റൗണ്ട് ജലപീരങ്കി പ്രയോഗിച്ചിട്ടുണ്ട്. പോലീസിന്റെ തുടർ നീക്കം എന്താണ്? ലക്ഷ്മി, സമരം ആരംഭിച്ചപ്പോൾ തന്നെ ഉടൻ തന്നെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചുകൊണ്ട് അവിടെ തടിച്ചുകൂടിയിരുന്ന പ്രവർത്തകരെ എല്ലാം തന്നെ ആദ്യഘട്ടത്തിൽ ഇവിടെ നിന്ന് നീക്കം ചെയ്യാനുള്ള ശ്രമമാണ് പോലീസ് നടത്തിയത്. എന്നാൽ ഈ ജലപീരങ്കി ഇപ്പോൾ അവസാനിപ്പിച്ചതോടുകൂടി തന്നെ വീണ്ടും പ്രവർത്തകരെല്ലാം തന്നെ ബാരിക്കേഡിന് മുന്നിലേക്ക് തടിച്ചുകൂടിയിട്ടുണ്ട്. ഇപ്പോൾ പ്രവർത്തകർ ബാരിക്കേഡിന് മുന്നിലിരുന്നു കൊണ്ട് മുദ്രാവാക്യം വിളിക്കുകയാണ്. എന്നാൽ ഈ സമരം അവസാനിപ്പിച്ചുകൊണ്ട് പിൻവാങ്ങാനായി ഇപ്പോൾ പ്രവർത്തകർ ഒരുക്കമായിട്ടില്ല. ഇപ്പോൾ പോലീസിന് നേരെയും ഒപ്പം തന്നെ ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെയും ഇപ്പോൾ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പ്രവർത്തകർ ഇവിടെ തന്നെ തുടരുകയാണ്. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് MP പ്രവീണിന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തകരാണ് ഇപ്പോൾ ഈ ജില്ലാ ജനറൽ ആശുപത്രിയുടെ മുന്നിൽ ഇപ്പോൾ പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നത്. രാവിലെ സമരത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് K മുരളീധരൻ ഈ സമരത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ച് പിൻവാങ്ങിയ ശേഷമാണ് ഈ പ്രവർത്തകർ ഈ പ്രതിഷേധവുമായി ഈ ബാരിക്കേഡിന് മുന്നിലേക്ക് എത്തിയത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ബാരിക്കേഡിന് മുന്നിലേക്ക് എത്തിയ ഉടൻ തന്നെ പോലീസ് ഈ ബാരിക്കേഡ് ഈ ജലപീരങ്കി പ്രയോഗിച്ചു. 3 റൗണ്ട് ജലപീരങ്കി തുടർച്ചയായി പോലീസ് പ്രയോഗിക്കുന്നുണ്ടായിരുന്നു. ചില പ്രവർത്തകരെല്ലാം തന്നെ ഈ ശക്തമായ ഈ ജലപീരങ്കിയുടെ ആഘാതത്തിൽ ഈ റോഡിലേക്ക് വീഴുന്ന കാഴ്ചയും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏതായാലും പ്രവർത്തകർ പിരിഞ്ഞു പോകാനായി ഒരുക്കമല്ല. ഇപ്പോൾ ഈ ബാരിക്കേഡിന് മുന്നിൽ ഇരുന്നു കൊണ്ട് മുദ്രാവാക്യം വിളിക്കുകയാണ് പ്രവർത്തകർ. ഇപ്പോൾ പോലീസ് ബാരിക്കേഡിന് മുന്നിലായി പോലീസിന്റെ ഒരു നിര ഇപ്പോൾ സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട്. ഇനി ബാരിക്കേഡിന് അടുത്തേക്ക് കടക്കാതിരിക്കാനാണ് ഇപ്പോൾ ഈ ബാരിക്കേഡിന് മുന്നിലേക്കും ഇപ്പോൾ പോലീസുകാരുടെ ഒരു നിര ഇപ്പോൾ നിൽക്കുന്നത്. ഈ പോലീസുകാരുടെ മുന്നിലായി ഇപ്പോൾ തുടർച്ചയായി മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കോട്ടയത്ത് നടന്ന ഈ മെഡിക്കൽ കോളേജിലെ ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്ന് മരിച്ച ബിന്ദുവിന്റെ കുടുംബത്തിന് അടിയന്തരമായി 25 ലക്ഷം രൂപ ധനസഹായം നൽകണമെന്നുള്ള ഒരു ആവശ്യമാണ് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത്. ഒപ്പം തന്നെ ഈ തുടർച്ചയായി ആരോഗ്യ മേഖലയിൽ സംഭവിക്കുന്ന വീഴ്ചകളിൽ വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ടായിരുന്നു. നേരത്തെ ഈ പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ച K മുരളീധരൻ ആരോഗ്യരംഗം വെന്റിലേറ്ററിൽ തുടരുകയാണെന്നും ഇപ്പോൾ യൂണിവേഴ്സിറ്റികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇടത് യുവജന സംഘടനകൾ SFIയും DYFIയും നടത്തുന്ന സമരങ്ങളിൽ വീണ ജോർജിനെയും ഒപ്പം തന്നെ കേരള സംസ്ഥാന സർക്കാരിന്റെ ഭരണവീഴ്ചയെ മറച്ചുവെക്കാനുള്ള ശ്രമമാണ് കാണിക്കുന്നതെന്നും അല്ലാതെ യൂണിവേഴ്സിറ്റികളെ സംരക്ഷിക്കാനുള്ള ഒരു ശ്രമമല്ല ഈ ഇടത് യുവജന സംഘടനകൾ നടത്തുന്നതുമുള്ള ഒരു വിമർശനവും മുരളീധരൻ ഈ പ്രവർത്തകരെ അഭിസംബരിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ മുദ്രാവാക്യം വിളിച്ച പ്രവർത്തകർ വീണ്ടും ഈ ബാരിക്കേഡിന് മുന്നിലേക്ക് എത്തുകയാണ്. ബാരിക്കേഡ് മറികടക്കാനുള്ള ഒരു ശ്രമമാണ് പ്രവർത്തകർ ശ്രമിക്കുന്നത്. ബാരിക്കേഡിന് നീക്കം ചെയ്തുകൊണ്ട് തന്നെ അകത്തേക്ക് കടക്കാൻ ജില്ലാ ആശുപത്രിയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു തയ്യാറെടുപ്പാണ് പ്രവർത്തകർ നടത്തുന്നത്. എന്നാൽ ഈ പോലീസ് അവിടെ നിന്ന് മാറിക്കൊണ്ട് ഈ പ്രവർത്തകർ ഇപ്പോൾ പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റം നടത്തുന്നുണ്ട്. ജില്ലാ പ്രസിഡന്റ് MP പ്രവീൺ അതിനിടയിൽ ഒരു അനുനയ നീക്കം പ്രവർത്തകരെ പോലീസ് കയ്യേറ്റം ചെയ്യുന്നത് തടയാനായി ഇപ്പോൾ മുന്നോട്ടെത്തുന്നുണ്ട്. വീണ്ടും ബാരിക്കേഡ് മറിച്ചിടാനുള്ള ഒരു ശ്രമമാണ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് വരുന്നത്. വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കാനായി പോലീസ് വീണ്ടും തയ്യാറെടുക്കുന്നുണ്ട്. ഏതായാലും ഈ കഴിഞ്ഞ 10 മിനിറ്റായി തുടരുന്ന ഈ സമരം ഇപ്പോൾ അവസാനിപ്പിക്കാൻ ജില്ലാ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഒരുക്കമല്ല. അവർ സമരവുമായി തന്നെ മുന്നോട്ട് പോകുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടുതൽ പ്രവർത്തകരെ ബാരിക്കേഡിന് മുന്നിലേക്ക് എത്തിച്ചുകൊണ്ട് ഈ പോലീസിന്റെ പ്രതിരോധത്തെ ഭേദിച്ചുകൊണ്ട് ജില്ലാ ആശുപത്രിയിലേക്ക് ഉള്ളിലേക്ക് കടക്കാനുള്ള ഒരു ശ്രമമാണ് യൂത്ത് കോൺഗ്രസ് ഭാഗത്തു നിന്നും ഒരു നീക്കമായി വരുന്നത്. ഇപ്പോൾ വീണ്ടും ബാരിക്കേഡ് എടുത്തുയർത്താനുള്ള ശ്രമമായിട്ട് വീണ്ടും അടുത്ത റൗണ്ട് ജലപീരങ്കി പ്രയോഗിക്കുന്നുണ്ട് പോലീസ്. ഇതിപ്പോൾ തുടർച്ചയായി 4ാം തവണയാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നത്. ഈ ആലപ്പുഴ വെള്ളക്കിണറിന് സമീപമാണ് ജില്ലാ ആശുപത്രി നിൽക്കുന്നത്. അതൊരു പ്രധാന 4 റോഡുകൾ കൂടിച്ചേരുന്ന ഒരു പ്രധാന പാത കൂടിയാണ്. ഒരു ഇടുങ്ങിയ സ്ഥലമാണ് ഈ ആശുപത്രിയുടെ ഉള്ളിലേക്കുള്ള റോഡെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പോലീസിന് കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങളെല്ലാം തന്നെ ഒരുക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. ഈ ബാരിക്കേഡ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പ്രവർത്തകർക്ക് ഉള്ളിലേക്ക് കടക്കാനുള്ള ഒരു തടസ്സം വലിയ രീതിയിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പോലീസ് ഈ റോഡിന്റെ തുടക്കത്തിൽ തന്നെ ഈ ബാരിക്കേഡ് വെച്ചുകൊണ്ട് ഈ സമരത്തെ പ്രതിരോധിക്കാനുള്ള ഒരു നീക്കം നടത്തിയിരുന്നത്. ഇപ്പോൾ വീണ്ടും തുടർച്ചയായി ജലപീരങ്കി പ്രയോഗിക്കുന്നുണ്ട് പോലീസ്. എന്നാൽ പ്രവർത്തകർ പിരിഞ്ഞു പോകുന്നില്ല. അവർ ഈ ജലപീരങ്കിക്ക് മുന്നിൽ ഇരുന്നു കൊണ്ട് തന്നെ പ്രതിഷേധം തുടരുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ലക്ഷ്മി, പോലീസ് വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കുന്നു. ദൃശ്യങ്ങളിലേക്ക്.
കോൺഗ്രസിന്റെ പ്രതിഷേധ സമരം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു. ഇപ്പോൾ ബാരിക്കേഡ് ഉയർത്തി മാറ്റാനുള്ള ഒരു ശ്രമമാണ്. സംഘർഷഭരിതമായ സാഹചര്യങ്ങൾ തന്നെയാണ് അവിടെ ഉള്ളത്. കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ പ്രതിഷേധിച്ച് ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ സമരത്തിന്റെ ദൃശ്യങ്ങൾ, തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ.